അവിടെ ഒരു ഭംഗിയുള്ള ചെറിയ തേനീച്ച ഉണ്ടായിരുന്നു. ഒരു പുഷ്പമേഖലയിലെ ഒരു വലിയ തേനീച്ചക്കൂട്ടിൽ താമസിച്ചിരുന്നു. എല്ലാ തേനീച്ചകളും ഒരുമിച്ച് അമൃത് ശേഖരിക്കുകയും തേൻ ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ ഭംഗിയുള്ള തേനീച്ചയും സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മറ്റ് തേനീച്ചകൾ പറഞ്ഞു, "നീ വളരെ ചെറുതാണ്. നിനക്ക് അധികം ദൂരം പറക്കാൻ കഴിയില്ല." ആ കൊച്ചു ഭംഗിയുള്ള തേനീച്ചയ്ക്ക് സങ്കടം തോന്നി, പക്ഷേ അത് നിരുത്സാഹപ്പെട്ടില്ല. ഒരു ദിവസം ശക്തമായ കാറ്റ് നിരവധി പൂക്കൾ പറത്തിവിട്ടു. പൂക്കൾ ഇരുണ്ട വനത്തിന് സമീപം വീണു. തേനീച്ച അവിടെ പോകാൻ ഭയപ്പെട്ടു. "നമുക്ക് കൂടുതൽ അമൃത് വേണം," റാണി തേനീച്ച പറഞ്ഞു. "പക്ഷേ അത് വളരെ ദൂരെയാണ്." ചെറിയ ഭംഗിയുള്ള തേനീച്ച പറഞ്ഞു, "ഞാൻ പോകാം." ഇത് പതുക്കെ കാട്ടിലേക്ക് പറന്നു. അത് നിലത്ത് പൂക്കൾ കണ്ടെത്തി. അത് അമൃതും എടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് പറന്നു. പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തു. താമസിയാതെ അതിന്റെ കഠിനാധ്വാനത്തിന് എല്ലാവർക്കും ആവശ്യത്തിന് അമൃതം ഉണ്ടായിരുന്നു. രാജ്ഞി തേനീച്ച പുഞ്ചിരിച്ചു. "നീ ഒരു ചെറിയ ഭംഗിയുള്ള തേനീച്ചയാണ്," രാജ്ഞി പറഞ്ഞു. "പക്ഷേ നീ വളരെ ധൈര്യശാലിയാണ്." എല്ലാ തേനീച്ചകളും ഭംഗിയുള്ള ചെറിയ തേനീച്ചയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും മനസ്സിലാക്കുന്നു, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയൂ.